മുട്ടയും മാങ്ങയും കൂടിയിട്ടുള്ള കറി എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ നല്ല പുളിയുള്ള ഒരു മാങ്ങയും 4 കോഴിമുട്ടയും സബോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ടയും പുഴുങ്ങിയിട്ട് ഞാൻ ആദ്യമേ മാറ്റി വെക്കുന്നുണ്ട്. തേങ്ങ ചിരകിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പണികളൊക്കെ ഒന്ന് എളുപ്പത്തിലാക്കിയെന്നുള്ളൂ കേട്ടോ. ഇനി ചട്ടി എടുത്തിട്ട് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചതച്ച ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും സബോളയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്വല്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ തിരുമ്പിയിട്ട് മുളകും ഉപ്പൊക്കെ ഇതിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല. തേങ്ങ അരച്ചത് ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചാറൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അത് കാരണം കൊണ്ട് ഞാൻ മാങ്ങ വേവാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇത് തള വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, മാങ്ങയൊക്കെ നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒഴിച്ചപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടി കുറയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത്ര തിക്കിൽ തന്നെ വേണമെന്നുണ്ട് വെച്ചെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പം ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട തൊണ്ടൊക്കെ കളഞ്ഞ് അതിന് നടു മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നടു മുറിച്ചിട്ട് വെച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുറിച്ച് വെച്ചത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടാൻ നന്നായി തിളയ്ക്കുന്ന കാരണം കൊണ്ട് ഈ മുട്ടയിലൊക്കെ വേഗം തന്നെ ഉപ്പും പുളിയൊക്കെ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിനി മുട്ടയുടെ മുകളിൽ ഇതിൻ്റെ ചാറാവാത്ത സ്ഥലത്തൊക്കെ ഞാൻ കയ്യിലുകൊണ്ട് ഇതുമ്മയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചെറിയ തളകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി ഇറക്കി വയ്ക്കാം. അപ്പോൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വെച്ചിട്ട് കാച്ചാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നുറുക്കി വെച്ച സബോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ സബോള തന്നെ ഇടണമെന്നൊന്നുമില്ല, ചുവന്നുള്ളിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സബോള ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സബോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇറക്കി വെച്ച കറിയിലേക്ക് ഈ മൂപ്പിച്ചത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. വെറൈറ്റി ആയിട്ട് ഓരോ കറികൾ വെക്കുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ശരി.